നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. 244 കേന്ദ്രങ്ങളിലായി നാളെ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. കേരളത്തിലാകെ 73.69% പോളിംഗ് നടന്നു എന്നാണ് കണക്കുകൾ. തിരുവനന്തപുരത്ത് 20 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. 13 നാൾ ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നലെ പാലക്കാട് കുന്നത്തൂർ മേട് നോർത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വൈകുന്നേരം 4:45 എത്തി വോട്ട് ചെയ്തു. രാഹുൽ ഇതിനോടകം 9 ഇടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞെന്നാണ് മലയാളം ചാനലുകളിലൊന്ന് റിപ്പോർട്ട് ചെയ്തത്. 20 വർഷത്തിനു ശേഷമാണ് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടക്കുന്നതെന്നും ഒരു പരിധിക്കപ്പുറം ഇടപെടാനാവില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഈ നിരീക്ഷണം നടത്തിയത്. തൃണമൂൽ കോൺഗ്രസ് അംഗം ലോക്സഭയിൽ സിഗരറ്റ് ഉപയോഗിച്ചു എന്ന് BJP അംഗം അനുരാഗ് ഠാക്കൂർ പരാതി നൽകി. ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്ന് സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. മുൻ ലോക്സഭാ സ്പീക്കറും കേന്ദ്രമന്ത്രിയുമായിരുന്ന ശിവരാജ് പാട്ടീൽ ഇന്ന് രാവിലെ അന്തരിച്ചു. 2004 മുതൽ 2008 വരെ ആദ്യ UPA സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികളുടെ ശിക്ഷ സെഷൻസ് ജഡ്ജ് ഹണി M. വർഗീസ് ഇന്ന് പറയും. ശിക്ഷ പ്രഖ്യാപിച്ചതിനു ശേഷമേ വിധിപ്പകർപ്പ് ലഭ്യമാകൂ. ഇതേസമയം അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നതാണ് തന്റെ അഭിപ്രായമെന്ന് നടൻ ടൊവിനോ തോമസ് ഇരിങ്ങാലക്കുടയിൽ പറഞ്ഞു. ദിലീപിനെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് കരുതുന്നില്ല എന്ന് നടനും എഴുത്തുകാരനുമായ ജോയ് മാത്യു കോഴിക്കോട് പറഞ്ഞു. ഗവർണറുടെ പാനലിൽ നിന്ന് സിസ തോമസിനെ VC ആക്കുന്നതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിർപ്പുണ്ടെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത സുപ്രീം കോടതിയെ അറിയിച്ചു. മികച്ച അധ്യാപികയും താൽക്കാലിക VC ആയിരുന്നപ്പോൾ കഴിവും തെളിയിച്ച ആളാണ് സിസ തോമസ് എന്നാണ് ലോക് ഭവന്റെ വിലയിരുത്തൽ. യാത്ര മുടങ്ങിയവർക്ക് 10,000 രൂപയുടെ വൗച്ചർ നഷ്ടപരിഹാരത്തിന് പുറമെ നൽകുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. സർവീസുകളുടെ എണ്ണം ദിവസങ്ങൾ കഴിയുന്തോറും മെച്ചപ്പെടുന്നുവെന്ന് അറിയിപ്പിൽ പറയുന്നു. ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും. ഒരാഴ്ച കേരളം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഓളത്തിലാകുന്നു. ആദ്യ ദിനം പാലസ്തീൻ 36 ഉൾപ്പെടെ 11 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. മേളയുടെ ഹാൻഡ്ബുക്ക് സ്പാനിഷ് നടിയും ജൂറി അംഗവുമായ അഞ്ചല മൊളിന പുറത്തിറക്കി. മീഡിയ സെൽ ടാഗോർ തിയേറ്ററിൽ മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ബഹ്റിനിൽ വാദ്യകലാസംഘം 16ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രശസ്ത നടൻ ജയറാമിൽ നിന്നും വാദ്യശ്രീ കരിക്കകം ത്രിവിക്രമൻ പുരസ്കാരം ഏറ്റുവാങ്ങി. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, സോപാനം ഡയറക്ടർ സന്തോഷ് കൈലാസ് എന്നിവർ പങ്കെടുത്തു. തലൈവർ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് ഇന്ന് 75ാം ജന്മദിനം. മധുരയിലെ തിരുമംഗലത്ത് രജനീകാന്തിനായി അമ്പലം നിർമ്മിച്ച കാർത്തിക് എന്ന ആരാധകൻ രജനീകാന്തിന്റെ രൂപമാതൃകയിലുള്ള 3 കിലോ ഭാരമുള്ള കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. തിരുവനന്തപുരത്ത് വെള്ളറട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മദ്യപിച്ചെത്തിയ ഡോക്ടർ തെറ്റായ മരുന്ന് കുറിച്ചു നൽകിയതിനെ തുടർന്ന് ഡോക്ടർ ജിതിനെ പോലീസെത്തി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. ബഡ്ജറ്റ് ടൂറിസത്തിന് ശേഷം KSRTCയിലെ കലാകാരന്മാരെയും കലാകാരികളെയും ഒരുമിപ്പിച്ച് KSRTC ഗാനവണ്ടിയും രംഗത്തിറക്കി. നെയ്യാറ്റിൻകര ഉച്ചക്കട നെല്ലിക്കോണം ക്ഷേത്രത്തിൽ ആദ്യ സ്റ്റേജ് വിജയകരമായി. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.